എവ്രിവൺ, ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊറിയൻ സിനിമയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഹ്യൂമൻ സ്പേസ് ടൈം ആൻഡ് ഹ്യൂമൻ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇത് 2018 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു വലിയ കപ്പലാണ് കാണിക്കുന്നത്. ഈ കപ്പലിൽ ഒരു 10-60 പാസഞ്ചേഴ്സും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് 2ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച ഒരു പഴയ കപ്പലാണ്. എന്നാൽ ഈ കപ്പലിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് എടുത്തതാണ്. അതിനുശേഷം ഇപ്പോ ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച ഒരുത്തനെ കാണിക്കും. അയാൾ സൗത്ത് കൊറിയയുടെ അടുത്ത പ്രസിഡന്റ് ആണ്. ഇയാളോടൊപ്പം ഇയാളുടെ മകനും ഉണ്ട്. ഇവരെ സംരക്ഷിക്കാനായി ഒരു കൂലിപ്പടയുമുണ്ട്. ഈ മുടിയനാണ് അതിന്റെ ലീഡർ. ഈ മുടിയൻ നേരെ പ്രസിഡന്റിന്റെ അടുത്ത് വന്ന്, സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ചെയ്തു തരാമെന്ന് പറയും. അതിന് പ്രസിഡന്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കും. ഇതേ കപ്പലിൽ ഒരു മുത്തശ്ശനുണ്ട്. അദ്ദേഹം ആ കപ്പലിൽ പറ്റിയിരിക്കുന്ന പൊടിയും മണ്ണുമെല്ലാം ബ്രഷ് വെച്ച് തട്ടി തട്ടി ഒരു കപ്പിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇത് ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ നായിക ഈവ് കണ്ടു. എന്നിട്ട് ആ മുത്തച്ഛനോട്, മുത്തശ്ശ എന്തിനാണ് ഈ മണ്ണ് എടുത്ത് വെക്കുന്നത് എന്ന് ചോദിക്കും. എന്നാൽ ആ മുത്തശ്ശൻ ഒന്നും സംസാരിക്കാതെ ഈവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും ആ മണ്ണ് വാരിയെടുത്തോണ്ടിരിക്കും. ഇപ്പുറത്ത് ഈ പ്രസിഡന്റിന് മാത്രമായി ഒരു VIP റൂം എന്ന് പറഞ്ഞ് റെഡിയാക്കി കൊടുക്കും. ഇത് 3 ലേഡീസ് കാണും. ഇവർ 3 പേരും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എന്നിട്ട് എന്തിനാ അവർക്ക് മാത്രം VIP റൂം? ഞങ്ങളും അതേ പണം തന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്, സോ ഞങ്ങൾക്കും അതുപോലുള്ള റൂം വേണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കും. അപ്പോൾ ആ ഗുണ്ടാ ലീഡർ വന്ന് അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറയും. ആ സമയം ഈവിന്റെ ഭർത്താവ് ഈ ലേഡീസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു ഗുണ്ട അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച്, ഹണിമൂണിന് വന്നതാണെങ്കിൽ അതിന്റെ കാര്യം നോക്ക്, അല്ലാതെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട നിന്നെ കൊന്നിട്ട് ഈ കടലിലേക്ക് എറിയുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അവൻ വേറൊന്നും പറയാതെ അവിടുന്ന് പോവും. അതിനുശേഷം ലഞ്ച് ടൈം ആവും. എല്ലാ പാസഞ്ചേഴ്സും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സാധാരണ ഭക്ഷണം കൊടുത്തിട്ട് പ്രസിഡന്റിനും ടീമിനും വെറൈറ്റി ഫുഡ് കൊടുക്കുന്നത് കണ്ട് ഈവിന്റെ ഭർത്താവ് അത് ചോദ്യം ചെയ്യും. ദേഷ്യം വന്ന മുടിയൻ ലീഡറും അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രസിഡന്റും എഴുന്നേറ്റ്, പ്ലീസ് ബഹളമുണ്ടാക്കരുത്, ഞങ്ങളുടെ അടുത്താണ് തെറ്റ്, അതിന് ഞാൻ മാപ്പ് പറയാം. നാളെ മുതൽ നിങ്ങളൊക്കെ എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഞങ്ങളും കഴിച്ചോളാം, എല്ലാവരും സമരാണ് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ശാന്തരാവും. എന്നിട്ട് ഈവും ഭർത്താവും നടന്നു പോകുമ്പോൾ അവിടേക്ക് ഈ മുടിയൻ ഗുണ്ടാ ലീഡർ വന്ന്, ഇനി ഒരിക്കൽ കൂടി പ്രസിഡന്റിന്റെ കാര്യത്തിലോ എന്റെ കാര്യത്തിലോ തലയിടാൻ വന്ന പിന്നെ ആ തലയുണ്ടാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഭീഷണിപ്പെടുത്തി അവിടുന്ന് പോവും. ഇവിടെ ഈ മുത്തശ്ശൻ പാസഞ്ചേഴ്സ് കഴിച്ച വത്തക്കയുടെ കുരു എടുത്തോണ്ട് വന്ന് കപ്പിലെടുത്ത് വെച്ച മണ്ണിൽ കുഴിച്ചിടും. അതുപോലെ ഈ മുത്തശ്ശന്റെ അടുത്ത് 2 കോഴിമുട്ടകൾ ഉണ്ടായിരുന്നു. അതെടുത്ത് ഇൻക്യുബേറ്റർ പോലെ സെറ്റ് ചെയ്ത് മുട്ട അതിൽ വെച്ച് വിരിയിക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും എടുത്ത് അത് കട്ട് ചെയ്ത് മണ്ണിൽ കുഴിച്ചിടും. എന്നാൽ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് അറിയില്ല. ഇതെല്ലാം കണ്ട ഈവും അത് ആശ്ചര്യത്തോടെ നോക്കി നിന്നു. കപ്പലിലുള്ള ആ 3 പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീസും പണം വാങ്ങിച്ചിട്ട് ആ ഗുണ്ടാ ടീമിലെ ആൾക്കാരുടെ കൂടെ കുറച്ച് ക്ലോസ് ആയിട്ട് ഇടപഴകുന്നുണ്ട്. ഇപ്പുറത്ത് ആ പ്രസിഡന്റ് ഈവിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട മുടിയൻ ലീഡറും, എന്താ സാർ വേണോ എന്ന് ചോദിക്കും. അതിനാ പ്രസിഡന്റും കിട്ടുമോ എന്ന് തിരിച്ചു ചോദിക്കും. ലീഡറും അത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. അതിനുശേഷം ഈവും ഭർത്താവും തമ്മിൽ കുറച്ച് ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ റൂമിലേക്ക് ആ മുടിയൻ ലീഡറും കൂട്ടാളികളും വന്ന് ഈവിന്റെ ഭർത്താവിനെ പിടിച്ചടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈവിനോട് മോശമായിട്ട് പെരുമാറി. എന്നിട്ട് ഒരു ദയയും ഇല്ലാത്ത രീതിയിൽ ഈവിന്റെ ഭർത്താവിനെ കഴുത്തറുത്ത് കൊന്നിട്ട് കടലിലേക്ക് ഇട്ടു. ശേഷം ഈവിനെ എത്രത്തോളം മോശമായി ഉപദ്രവിക്കാൻ പറ്റുമോ അത്രയും ഉപദ്രവിച്ചിട്ട് അവളെ എടുത്ത് പ്രസിഡന്റിന്റെ റൂമിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ പ്രസിഡന്റും ഈവിനെ സെക്ഷ്വലി പീഡിപ്പിക്കും. അയാൾ പോയ ശേഷം അയാളുടെ മകൻ ആ റൂമിലേക്ക് വരും. അവൻ കുറച്ച് നല്ലവനാണ്. എന്നാൽ ഇവനും ഈവിനെ ഈ കോലത്തിൽ കണ്ടപ്പോ ഒരു ആഗ്രഹം തോന്നി. ഇങ്ങനൊരു ചാൻസ് വേറെ കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവനും അവളെ പീഡിപ്പിക്കും. അതിനുശേഷം ഈവ് മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഭർത്താവിനെ കാണാത്തത് കൊണ്ട് ഈവ് ആ കപ്പലിൽ മൊത്തം ഭർത്താവിനെ അന്വേഷിക്കും. എത്ര അന്വേഷിച്ചിട്ടും കാണാത്തത് കൊണ്ട് ഇവൾ നേരെ മുടിയൻ ലീഡറിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ചെകിട്ടത്തൊന്ന് കൊടുത്ത്, എന്റെ ഭർത്താവ് എവിടെ എന്ന് ചോദിക്കും. അതിനവനും അവനെ കൊന്ന് കടലിലേക്ക് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ പോയി തിരഞ്ഞോ എന്ന് പറയും. ഈവ് കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് വരും. അപ്പോൾ അവിടെ അവൾ ഭർത്താവിന്റെ ഷൂ കിടക്കുന്നത് കാണും. അതിനടുത്തായി
ചോര തളം കെട്ടി കിടക്കുന്നതും അവൾ കണ്ടു. ഇതെല്ലാം കണ്ട ഈവിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവനില്ലാത്ത ലോകത്ത് ഞാൻ എന്തിനു ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി മരിക്കാൻ നോക്കും. എന്നാൽ ആ സമയം ആ മുത്തശ്ശൻ അവിടേക്ക് വന്ന് അവളുടെ കഴുത്തിന് പിടിച്ച് എന്തോ ചെയ്തതും അവൾ മയങ്ങി വീണു. ഈ കപ്പലിലെ മറ്റു യാത്രക്കാരും നന്നായി മദ്യപിച്ച് ഉറക്കത്തിലാണ്. നെക്സ്റ്റ് ഡേ രാവിലെ എല്ലാവരും ഉറക്കമുണർന്ന് കപ്പലിന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ കപ്പൽ എയറിൽ പറക്കുന്നതാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട എല്ലാവരും പരിഭ്രാന്തരായി. താഴെയുണ്ടായിരുന്ന കടലും കാണുന്നില്ല. എല്ലാവരും പേടിച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും ബഹളമുണ്ടാക്കുമ്പോഴും ആ മുത്തശ്ശൻ അതെല്ലാം നോക്കി നിന്നു. ഇത് കണ്ട ഈവിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ആ മുത്തശ്ശന്റെ പിന്നാലെ പോയി നോക്കി. അപ്പൊ ഈ മുത്തശ്ശൻ കപ്പുകളിലാക്കി ഓരോ വിത്തുകൾ കുഴിച്ചിട്ടിരുന്നല്ലോ, അത് മുള പൊട്ടി ഇല വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴും ആ മുത്തശ്ശൻ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ട ഈവിനും ഈ മുത്തശ്ശൻ ഇത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ്. അതേസമയം പ്രസിഡന്റ് ടീമും ഷിപ്പിന്റെ ക്യാപ്റ്റനെ പോയി മീറ്റ് ചെയ്ത് ഇവിടെ എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് കപ്പൽ എയറിൽ പറക്കുന്നത് എന്ന് ചോദിക്കും. അതിനാ ക്യാപ്റ്റനും ഇതെന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല സർ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന റഡാർ പോലും വർക്കാവുന്നില്ല. അത് മാത്രമല്ല കപ്പലിലെ ഭക്ഷണവും വളരെ കുറവാണ്. ഈ കപ്പലിലെ എല്ലാവരും ഒരേപോലെ ഭക്ഷണം കഴിച്ചാലും 6 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ഇതിലുണ്ടാവൂ എന്ന് പറയും. ഇപ്പൊ ഈ കാര്യം ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സും അറിയും. ഇവരെല്ലാവരും ഭക്ഷണം സ്റ്റോർ ചെയ്ത റൂമിന്റെ ഡോറ് തുറക്കാൻ നോക്കും. അപ്പൊ പ്രസിഡന്റ് എല്ലാവരോടുമായി ഇങ്ങനെ നിങ്ങൾ ഭക്ഷണം എടുത്തോണ്ട് പോയാൽ ആർക്കും ഭക്ഷണം തികയില്ല, സോ ഞങ്ങൾ എല്ലാവർക്കും ഫുഡ് തുല്യമായി വീതിച്ചു തരാമെന്ന് പറഞ്ഞതും ഇവരത് കേൾക്കാതെ ഞങ്ങൾക്ക് വേണ്ട ഫുഡ് ഞങ്ങൾ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും ആ റൂമിന്റെ ഡോറ് തുറക്കാൻ നോക്കും. അപ്പോൾ മുടിയൻ ലീഡർ ഈ പാസഞ്ചേഴ്സിന്റെ നേരെ തോക്ക് ചൂണ്ടി ഇനി ആരെങ്കിലും അനങ്ങിയ അവരെ ഷൂട്ട് ചെയ്തിടും. ഫുഡ് എല്ലാവർക്കും തുല്യമായി ഡിവൈഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. പാസഞ്ചേഴ്സും വേറെ വഴിയില്ലാതെ അവിടുന്ന് പോവും. അതിനുശേഷം ഈ പ്രസിഡന്റ് ക്യാപ്റ്റനോട് നീ മറ്റു പാസഞ്ചേഴ്സിന് ഭക്ഷണം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തോ, അതെനിക്കറിയേണ്ട ആവശ്യമില്ല, എന്നാൽ ഞങ്ങൾക്ക് കഴിക്കാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് എത്തിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പോവും. അതിനുശേഷം ക്യാപ്റ്റൻ ടീമും ഒരു മീറ്റിംഗ് നടത്തും. എന്നിട്ട് ഇവന്മാർക്ക് മാത്രം എങ്ങനെയാണ് വേറെ വേറെ ഡിഷസ് ഉണ്ടാക്കി കൊടുക്കുന്നത്, എല്ലാവർക്കും തുല്യമായാണ് കൊടുക്കേണ്ടത്. ഇവന്മാരുടെ അടുത്ത് ഗണ്ണുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. അവന്മാരെ എതിർക്കണമെങ്കിൽ നമ്മുടെ അടുത്തും എന്തെങ്കിലും ആയുധം വേണം. ഈ കപ്പൽ സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തതുകൊണ്ട് എന്തായാലും എവിടെയെങ്കിലും വെപ്പൺസ് ഉണ്ടാവും, അത് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞ് കപ്പൽ മുഴുവൻ അന്വേഷിക്കും. അപ്പൊ ഇവർക്ക് ഒരു ബോക്സ് നിറയെ ഗ്രനേഡ് കിട്ടും. ഇവിടെ നോർമൽ പാസഞ്ചേഴ്സിന് കഴിക്കാനായി ഒരേ ഒരു റൈസ് ബോൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് കണ്ട കൂട്ടത്തിൽ ഒരാൾ ഈ ഒരു റൈസ് ബോൾ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറും എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്, വേണമെങ്കിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്കത് കൊടുത്തിട്ട് പോവും. ഈ പാസഞ്ചേഴ്സ് എല്ലാം ഈ ഗുണ്ടകളെ ഫോളോ ചെയ്ത് പോയപ്പോൾ അവിടെ പ്രസിഡന്റും മകനും ഈ ഗുണ്ട ഗ്യാങ്സും എല്ലാം ഓരോ വെറൈറ്റി ഫുഡുകൾ കഴിക്കുന്നത് കണ്ടിട്ട് ഇവരോട് ദേഷ്യപ്പെട്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു റൈസ് ബോൾ ആണ് കഴിക്കുന്നത്, എന്നാൽ നിങ്ങൾക്കോ പലതരം ഫുഡ് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ മുടിയൻ ലീഡറും ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കും, ആരെങ്കിലും ഇനി എതിർത്ത് സംസാരിച്ച ആ ആളെ കൊന്നിട്ട് അവർക്ക് കൊടുത്ത ഫുഡ് കൂടെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയതും എല്ലാവരും പേടിച്ച് അവിടുന്ന് പോവുകയും ചെയ്യും. ഇപ്പുറത്ത് നമ്മുടെ ഈവ് ഇപ്പോഴും ആ മുത്തശ്ശന്റെ റൂമിലാണുള്ളത്. എന്നിട്ട് മുത്തശ്ശനോട് എന്തിനാണ് ഈ ചെടികളൊക്കെ വളർത്തുന്നത് എന്ന് ചോദിക്കും. എന്നാൽ ആ മുത്തശ്ശൻ മറുപടിയൊന്നും പറയാതെ ഈവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴാണ് ഈ മുത്തശ്ശൻ വിരിയിക്കാൻ വെച്ച മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് 2 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണിക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് വീണ്ടും ക്യാപ്റ്റനെ പോയി കണ്ട് നമ്മൾ എന്താ ഇങ്ങനെ എയറിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റനും ഇല്ല എന്ന് മറുപടി പറഞ്ഞതും പ്രസിഡന്റ് ക്യാപ്റ്റന്റെ മുഖത്തടിക്കും. ക്യാപ്റ്റനും വല്ലാതെ ദേഷ്യം വന്നു. ഇതെല്ലാം കണ്ട ഈവും പ്രസിഡന്റിന്റെ അടുത്ത് വന്ന് അവനെ ചീത്ത പറയും. അപ്പൊ മുടിയൻ ലീഡറും അവളെ അടിക്കാനായി വരുമ്പോ പ്രസിഡന്റിന്റെ മകൻ ആഡം ഇടയ്ക്ക് കയറി അവളെ രക്ഷിക്കും. എന്നിട്ട് ആഡം ഈവിന്റെ കൂടെ ആ മുത്തശ്ശന്റെ റൂമിലേക്ക് വരും. അവിടെ ആ മുത്തശ്ശൻ ചെയ്യുന്നതെല്ലാം ഇവനും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഇവിടെ 2 പാസഞ്ചേഴ്സ് കാവൽക്കാരായ ഗുണ്ടകളെ അടിച്ചിട്ട് ഫുഡ് മോഷ്ടിക്കാൻ നോക്കും. എന്നാ ഇത് ആ മുടിയന്റെ കൂടെയുള്ള മറ്റു ഗുണ്ടകൾ കണ്ടിട്ട് ഇവന്മാരെ അടിച്ചൊരു പരുവമാക്കി ഇനി മുതൽ നിങ്ങൾക്ക് ഭക്ഷണമില്ല, വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്താ ഇവരുടെ ഗതി തന്നെയായിരിക്കും അവർക്കും, എല്ലാവരും നോക്കിയും കണ്ടും നടന്നോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കും. എന്നിട്ട് പ്രസിഡന്റ് ആ മുടിയനോട് ജോലിക്കാരനായ ഇങ്ങനെ ഇരിക്കണം, നമുക്ക് ഫുഡ് വേണമെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ പറയുന്നതെല്ലാം
ക്യാപ്റ്റനും ടീമും ഒരു റൂമിലിരുന്ന് ഒരു കുഴൽ വഴി കേൾക്കുന്നുണ്ട്. ഇവന്മാരെ ഇങ്ങനെ വിട്ടാ നമുക്ക് ഫുഡ് കിട്ടില്ല, ഇവിടെയുള്ള മറ്റ് പാസഞ്ചേഴ്സിനും ഫുഡ് കിട്ടില്ല, അതുകൊണ്ട് ഇവന്മാരെ ആദ്യം കൊല്ലണം, എന്നാലേ എല്ലാ പ്രശ്നങ്ങളും തീരുള്ളൂ എന്ന് പറഞ്ഞ് ഇവര് ഒരു പ്ലാൻ ചെയ്യും. അതേസമയം ഇപ്പുറത്ത് ആ മുടിയൻ പ്രസിഡന്റിന്റെ കയ്യില് ബോസ് ആദ്യം നിങ്ങളുടെ സേഫ്റ്റിയാണ് പ്രധാനം, അതുകൊണ്ട് ഇത് കയ്യിലുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗണ്ണ് കൊടുക്കും. അങ്ങനെ നേരം ഉച്ചയായി. എല്ലാ പാസഞ്ചേഴ്സിനും നന്നായി വിശക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രസിഡന്റ് മാത്രം ചിക്കൻ മട്ടൻ എന്ന് വെറൈറ്റി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കഴിച്ചതിന്റെ ബാക്കി എല്ലും കഷ്ണം നായ്ക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ ഈ പാസഞ്ചേഴ്സിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ഈ പാസഞ്ചേഴ്സും ആ എല്ലിന് വേണ്ടി ആർത്തിയോടെ ചാടി വീണ് ആ എല്ലും കഷ്ണത്തിന് വേണ്ടി അടിയുണ്ടാക്കും. ഇതെല്ലാം കണ്ട ആഡം പ്രസിഡന്റിനോട് എന്തിനാ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്ന് ചോദിക്കും. അതിനാ പ്രസിഡന്റും മോനെ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതൊന്നും തെറ്റല്ല എന്ന് പറയും. എന്നിട്ട് വീണ്ടും ഒരു എല്ലെടുത്ത് എറിയും. ഇത് കണ്ട ഈവും പ്രസിഡന്റിനോട് നിനക്ക് ബുദ്ധിയില്ലേ, എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മുടിയൻ ലീഡറും അവളോട് നിന്റെ ഭർത്താവിനെ കൊന്നതുപോലെ നിന്നെയും കൊല്ലേണ്ടതായിരുന്നു, എന്നാ അന്ന് മിസ്സായി, പക്ഷേ ഇന്ന് മിസ്സാവില്ല എന്നും പറഞ്ഞ് അവളെ കൊല്ലാൻ നോക്കും. എന്നാൽ അപ്പോഴും ആദമാണ് ഈവിനെ അവിടുന്ന് രക്ഷിക്കുന്നത്. എന്നിട്ട് അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവും. അതിനെല്ലാം ശേഷം ഈ ഗുണ്ട ഗ്യാങ്ങിലുള്ള ഒരുത്തൻ ഒരു കപ്പിളിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇവരുടെ കയ്യിൽ എടുത്തു വെച്ച ഫുഡിൽ നിന്ന് കുറച്ചെടുത്ത് അവർക്ക് കൊടുക്കും. ഇത് കണ്ട വേറെ പാസഞ്ചേഴ്സ് ഈ കപ്പിളിന്റെ കയ്യിലെ ഫുഡ് ഇവരെ അടിച്ചിട്ട് എടുത്തോണ്ട് പോവും. അപ്പൊ മുടിയൻ ലീഡർ വന്ന് ഈ ഫുഡ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോ ഫുഡ് കൊടുത്ത ഇവരുടെ ഗ്യാങ്ങിലെ ആ ഗുണ്ട പിടിക്കപ്പെടും. എന്നിട്ട് മുടിയൻ ഇവരെ അടിക്കുമ്പോ അവിടേക്ക് പ്രസിഡന്റ് വരും. അപ്പൊ മുടിയനും സോറി സാർ, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതും പ്രസിഡന്റ് ആ മുടിയന്റെ കരണം നോക്കി ഒന്ന് കൊടുക്കും. ഇത് കണ്ട കൂട്ടത്തിലൊരുത്തൻ ഇതൊക്കെ കുറച്ച് ഓവറാണ്, ഞങ്ങളുടെ ലീഡർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്നത്, അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയനെ എന്ന് പറയുമ്പോ അങ്ങനെയാണോ, നിങ്ങളുടെ ലീഡർ അതിന് ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എന്നും പറഞ്ഞ് പ്രസിഡന്റ് ആ ലീഡറിന്റെ നേരെ ഗണ്ണ് നീട്ടും. അപ്പോൾ മുടിയനും സോറി സാർ, ഇനി ഇങ്ങനെ തെറ്റ് സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ഈ പ്രസിഡന്റ് ഈ മുടിയനെ തനിച്ച് കൂട്ടിക്കൊണ്ടുപോയി എന്നോട് ക്ഷമിക്ക്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നോട് ഇങ്ങനെ ചെയ്യുമ്പോഴേ മറ്റുള്ളവർക്ക് ഒരു പേടി വരൂ, അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. അതിനാ മുടിയനും നാണമില്ലാതെ സാരമില്ല സാർ, നിങ്ങളല്ലേ എന്ന് പറയും. അതിനുശേഷം മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. ആ മുത്തശ്ശൻ കപ്പലിലെ ബാത്റൂമിലെ യൂറിനെല്ലാം കളക്ട് ചെയ്ത് അത് അവിടെയുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ഈവും ചെടികളുടെ മേലെ യൂറിൻ ഒഴിച്ചാ അതെങ്ങനെ നന്നായി വളരുക എന്ന് ചോദിക്കും. എന്നാൽ അപ്പോഴും ആ മുത്തശ്ശൻ ഒന്നും സംസാരിക്കാതെ എപ്പോഴത്തെയും പോലെ അവളെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. ആ സമയം ഈവിന് വോമിറ്റ് ചെയ്യാൻ വന്നു, കാരണം അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അതുകൊണ്ട് ഈവ് ഒരു കത്തിയെടുത്ത് ഇതെന്റെ കുഞ്ഞല്ല, ആ വൃത്തികെട്ടവന്മാരുടെ കുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് വയറ്റിൽ കുത്താൻ നോക്കുമ്പോ ഈ മുത്തശ്ശൻ അവളെ പിടിച്ച് അവളുടെ കൈയും കാലുമെല്ലാം കെട്ടിയിടും. അതിനുശേഷം ഈവും എന്റെ വയറ്റിൽ വളർന്നത് എന്റെ ഭർത്താവിന്റെ കുഞ്ഞ് തന്നെയാണ്, ഈ കുഞ്ഞിനെ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, മുത്തശ്ശൻ എന്റെ കയ്യിലെ കെട്ടഴിച്ച് താ എന്ന് പറയും. അതിനുശേഷം ഈ മുത്തശ്ശനും അവളുടെ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചു കൊടുക്കും. ഇപ്പുറത്ത് ഈ ഗുണ്ടകള് അവരുടെ സുഖത്തിനു വേണ്ടി ആ 3 ലേഡീസ് ഉണ്ടായിരുന്നല്ലോ, അവർക്ക് മാത്രം പലതരം ഫുഡുകൾ കൊണ്ടു കൊടുക്കും. ഇത് ആദമും കണ്ടു. അതുപോലെ തന്നെ ഈവ് പ്രഗ്നന്റ് ആണെന്നും അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവനും ഇവന്റെ അച്ഛനും ആ മുടിയനും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കേക്ക് പീസുകൾ എടുത്ത് അത് ഈവിന് കൊണ്ടുപോയി കൊടുക്കും. എന്നാൽ ഈവ് അവനെ മൈൻഡ് ചെയ്തില്ല, കാരണം തന്നെ ഇവനും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആദം എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു, ദയവ് ചെയ്ത് ഇത് കഴിക്കണമെന്ന് പറയും. എന്നാൽ ഈവ് അത് വാങ്ങിയില്ല. അപ്പോൾ ആ കേക്ക് മുത്തശ്ശൻ വാങ്ങിയിട്ട് ഈവിന് കൊടുക്കും. അപ്പോൾ അവൾ അത് വാങ്ങിക്കഴിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആർക്കും വിശപ്പ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും വന്ന് അവരവർക്ക് വേണ്ടി ഫുഡ് എടുത്തോണ്ട് പോവും. ഇത് കണ്ട ആ പ്രസിഡന്റും അതിലൊരുത്തനെ ഷൂട്ട് ചെയ്തു കൊല്ലും. എന്നിട്ട് എടുത്ത ഫുഡ് തിരിച്ചവിടെ വെച്ചില്ലെങ്കിൽ എല്ലാവരെയും ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞതും എല്ലാവരും എടുത്ത ഫുഡ് അവിടെ തന്നെ വെച്ചിട്ട് അവിടുന്ന് പോവും. അപ്പൊ ഈ മുത്തശ്ശൻ മരിച്ചവന്റെ ബോഡി അയാളുടെ റൂമിലേക്ക് എടുത്തുകൊണ്ടുവരും. എന്നിട്ട് ആ ബോഡി കഷ്ണങ്ങളാക്കി ഒരു ഗ്രൈൻഡറിലിട്ട് അരച്ച് അത് അവിടെയുള്ള ചെടികൾക്കെല്ലാം വളമായി ഇട്ടുകൊടുക്കും. ഇത് കണ്ട ഈവും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇപ്പുറത്ത് ക്യാപ്റ്റൻ പ്രസിഡന്റിനെയും ടീമിനെയും ഇല്ലാതാക്കണം എന്ന് പ്ലാൻ ചെയ്തിരുന്നല്ലോ. അതിനുവേണ്ടി പ്രസിഡന്റും ടീമും ഒരു റൂമിൽ ഇരിക്കുമ്പോൾ
ക്യാപ്റ്റൻ അവിടേക്ക് വന്ന് ഒരു ഗ്രനേഡ് അവിടേക്ക് എടുത്തിട്ട് റൂം ലോക്ക് ചെയ്യും. എന്നാൽ ആ സമയം ആദം ആ ഗ്രനേഡ് പുറത്തേക്ക് എടുത്തെറിഞ്ഞതും ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെട്ടു. എന്നിട്ട് ആ ക്യാപ്റ്റനെ ഗൺ പോയിന്റിൽ നിർത്തി അവർ എടുത്തു വെച്ച ഒരു ബോക്സ് ഗ്രനേഡ് ഇവർ കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു പ്ലാൻ ചെയ്യും. എന്താന്ന് വെച്ചാ ഇവിടുള്ള ഫുഡ് എന്തിനാണ് ഈ പാസഞ്ചേഴ്സിന് കൊടുക്കുന്നത്? അവരെയെല്ലാം മുഴുവനായി ഈ ഗ്രനേഡ് വെച്ച് കൊന്ന പിന്നെ ഈ ഫുഡ് മൊത്തം നമുക്ക് എടുക്കാം. അതുകൊണ്ട് എല്ലാവരെയും കൊല്ലാമെന്ന് പ്രസിഡന്റ് പ്ലാൻ ചെയ്യും. ഇതെല്ലാം മനസ്സിലാക്കിയ ആദമും ഈവിന്റെ അടുത്ത് വന്ന് എന്റെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഈവും ആ മുത്തശ്ശൻ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് എന്നെ സംരക്ഷിക്കുന്നത്. ആദ്യം ഞാൻ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ പോയപ്പോഴും മുത്തശ്ശനാണ് എന്നെ രക്ഷിച്ചത്. കത്തി വെച്ച് വയറ്റിൽ കുത്താൻ പോയപ്പോഴും അദ്ദേഹം തന്നെയാണ് എന്നെ രക്ഷിച്ചത്. സോ എന്ത് തന്നെയായാലും എന്റെ വയറ്റിലെ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഈവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രസിഡന്റിന്റെ ഗ്യാങ് എല്ലാ പാസഞ്ചേഴ്സിനെയും കൊല്ലാൻ പോവാണ്. എന്നാൽ അവരുടെ സുഖത്തിന് വേണ്ടി ഈ 3 പ്രോസ്റ്റിറ്റ്യൂട്ട് പെണ്ണുങ്ങളെ ഒളിപ്പിച്ചു വെക്കും. അപ്പൊ അതിലുള്ള 2 പെണ്ണുങ്ങള് അവിടുന്ന് രക്ഷപ്പെട്ടു വരും. അപ്പൊ വില്ലന്റെ ടീം മൈക്ക് വഴി നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ ഒരു റൂമിൽ വെച്ചിട്ടുണ്ട്, വേണ്ടവർ അവിടെ വന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞതും എല്ലാവരും ഒന്നും ആലോചിക്കാതെ ആ റൂമിലേക്ക് ഓടി വരും. ഈവും പോകാൻ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ ഈവിനെ തടയും. അങ്ങനെ ഫുഡിന് വേണ്ടി എല്ലാവരും ആ റൂമിനകത്ത് കയറി. എന്നാൽ അവിടെ ഒരു ഫുഡും ഉണ്ടായിരുന്നില്ല. സോ പ്ലാൻ ചെയ്താണ് എല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവന്നത്. നമ്മളെല്ലാവരെയും കൊല്ലാൻ പോവാണ് എന്ന കാര്യം മനസ്സിലാക്കി അവരും ആ റൂമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ എല്ലാ ഡോറും ലോക്കായിരിക്കും. എന്നിട്ട് ആ പ്രസിഡന്റ് ഓരോ ഗ്രനേഡ് എടുത്തെറിഞ്ഞ് എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലര് അവിടുന്ന് രക്ഷപ്പെട്ടു ഓടുമ്പോൾ ആ ഗുണ്ടാ സംഘം മനസാക്ഷിയില്ലാതെ എല്ലാവരെയും പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് വെട്ടി കഷ്ണങ്ങളാക്കി കൊല്ലും. ഒരു ഘട്ടത്തിൽ രക്ഷപ്പെട്ട ചിലര് ആ ഗുണ്ടകളെ കൊല്ലുന്നുണ്ട്. അങ്ങനെ 2 ഗ്യാങ്ങും മാറി മാറി വെട്ടിയും കുത്തിയും മരിച്ചു വീഴും. ആ കപ്പല് മൊത്തം ചോരക്കളമായി. ഇപ്പൊ ഈ കപ്പലിൽ ജീവനോടെയുള്ളത് ഈവ്, മുത്തശ്ശൻ, പ്രസിഡന്റ്, ആദം, ആ മുടിയൻ, പിന്നെ ആ ക്യാപ്റ്റനും മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചുപോയി. അപ്പോ പ്രസിഡന്റും ഈ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അവൻ എവിടെ പോയി എന്ന് ചോദിക്കും. ഇപ്പൊ ആ ക്യാപ്റ്റൻ ഈ ഫുഡിന് വേണ്ടിയല്ല ഇത്ര പേരെയും കൊന്നൊടുക്കിയത്, അപ്പോ നിങ്ങൾക്കും ഈ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാ ഫുഡും കത്തിച്ചു കളയും. ഇത് കണ്ട് ദേഷ്യം വന്ന മുടിയൻ ലീഡർ ക്യാപ്റ്റനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് കരിഞ്ഞു പോയ ആ ഫുഡ് എടുത്ത് കഴിച്ചു നോക്കും. എന്നാൽ അത് കഴിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവർക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ കപ്പലിലുള്ള മനുഷ്യരുടെ മാംസം തിന്നുക എന്നതാണ് ഒരേ ഒരു വഴി. എന്നാൽ അത് എത്ര നാൾ തിന്നാൻ കഴിയും? അത് അഴുകിപ്പോവില്ലേ? അപ്പൊ ഈ മുത്തശ്ശൻ അവിടെയുള്ള എല്ലാ ഡെഡ് ബോഡീസുകളും എടുത്ത് വെട്ടാൻ തുടങ്ങി. എന്നിട്ടൊരു കത്തി ഈവരും കൊടുത്തിട്ട് അവളോടും വെട്ടാൻ പറയും. ഈവും വേറെ വഴിയില്ലാതെ കരഞ്ഞുകൊണ്ട് അത് വെട്ടും. എന്നിട്ട് എപ്പോഴത്തെയും പോലെ അത് ഗ്രൈൻഡറിലിട്ട് അരച്ച് ചെടികൾക്ക് വളമായിടും. അതുപോലെ തന്നെ വേസ്റ്റിൽ നിന്നെല്ലാം എടുത്തു വെച്ച ഓരോ വിത്തുകളും അവിടെ മരിച്ചു കിടക്കുന്നവരുടെ വായിലും ചെവിയിലുമൊക്കെ വളത്തോടു കൂടിയും ഇടും. കാരണം ആ വിത്ത് ഒരു മരമായി മാറും എന്ന് വിശ്വസിച്ചാണ് ആ മുത്തശ്ശൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട ഈവും ആ മുത്തശ്ശന്റെ കൂടെ കൂടി വിത്ത് നടാൻ തുടങ്ങി. അതേസമയം ആദം അവന്റെ അച്ഛൻ പ്രസിഡന്റിന്റെ അടുത്ത് വന്ന്, ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമായോ? ഇത്രയും സൂക്ഷിച്ചിട്ടും ഫുഡെല്ലാം വേസ്റ്റായി, എല്ലാ മനുഷ്യരും മരിച്ചു, ഇപ്പൊ സമാധാനമായോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസിഡന്റും, മോനെ ദേ നോക്ക്, ഈ ലോകത്തിൽ അടി ഉണ്ടാക്കിയാലേ നന്നായി ജീവിക്കാൻ കഴിയുള്ളൂ. നാളെ നിനക്ക് എന്നെ കൊന്നാലേ ഭക്ഷണം കിട്ടൂ എന്നാണെങ്കിൽ നീ എന്നെ കൊല്ലണം. അങ്ങനെ നീ എന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത ഇപ്പുറത്ത് മുത്തശ്ശന്റെ റൂമിലെ ചെടികളെല്ലാം മനുഷ്യന്റെ മാംസം വളമായി ഇട്ടത് കൊണ്ട് തന്നെ നന്നായി വളർന്നു. അതുപോലെ ആ കോഴിക്കുഞ്ഞുങ്ങളും നന്നായി വളർന്നു. അപ്പൊ ഈവ് മുത്തശ്ശനോട്, നമ്മൾ എന്തിനാ മനുഷ്യനെ തിന്നുന്നത്, നമുക്ക് ഈ കോഴികളെ തിന്നൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഇത്രയും നാൾ സംസാരിക്കാതിരുന്ന ആ മുത്തശ്ശൻ ഇപ്പൊ സംസാരിക്കും. എന്നിട്ട്, ഇല്ല, നമ്മൾ കോഴികളെ ഭക്ഷിക്കാൻ പാടില്ല, ആ കോഴി തരുന്ന മുട്ടയാണ് കഴിക്കേണ്ടത്. കാരണം ആ മുട്ട കഴിച്ച കോഴി ജീവനോടെ ഇരിക്കും, വീണ്ടും ആ കോഴി മുട്ട തരും. ആ മുട്ടയിൽ നിന്ന് നമുക്ക് വേറെയും കോഴി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം. അങ്ങനെ തുടർന്നാൽ ഒരുപാട് കോഴികൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ കോഴികളെ തിന്നാമെന്ന് പറയും. അതിനുശേഷം ആ മുടിയൻ ഈവിനെ കണ്ടതും, നീ ഇനിയും ചത്തില്ലേ, നിന്നെ ഇന്ന് കൊന്ന് അത് തിന്നാമെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിക്കുമ്പോൾ ആദം വീണ്ടും അത് തടയും. എന്നിട്ട് അവളെ കൊല്ലണമെങ്കിൽ നീ ആദ്യം എന്നെ കൊല്ലണമെന്ന് പറഞ്ഞതും ആ മുടിയൻ അവനെ കൊല്ലാൻ വരും. അപ്പൊ പ്രസിഡന്റ് അവിടേക്ക് വന്ന്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് എൻ്റെ മകനെ തന്നെ കൊല്ലാൻ നോക്കുന്നത് എന്ന് പറഞ്ഞ് അയാളുടെ അടുത്തുള്ള ഗണ്ണെടുത്ത് മുടിയനെ ഷൂട്ട് ചെയ്യും. എന്നാൽ അത് അവൻ്റെ കയ്യിലായിരിക്കും കൊണ്ടത്.
എന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ആ മുടിയൻ പ്ലാൻ ചെയ്ത് 3 ബുള്ളറ്റ് മാത്രമായിരുന്നു ആ ഗണ്ണിൽ ലോഡ് ചെയ്തത്. ഓൾറെഡി 2 തവണ ഷൂട്ട് ചെയ്തു. ഇപ്പൊ 3-മത്തേതും ഷൂട്ട് ചെയ്തു. സോ ഇപ്പൊ വേറെ ബുള്ളറ്റ് ഇല്ലാത്തത് കൊണ്ട് മുടിയൻ നേരെ ആ പ്രസിഡന്റിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇത് കണ്ട ഈവും ആദമും അവിടുന്ന് ഓടാൻ തുടങ്ങി. അവരുടെ പിന്നാലെ തന്നെ മുടിയനും ഓടി. അപ്പൊ അവിടേക്ക് ആ മുത്തശ്ശൻ വന്ന് മരിച്ചു കിടക്കുന്ന പ്രസിഡന്റിന്റെ വയറിന്റെ മേലെ ഒരു വിത്ത് കുഴിച്ചിട്ടിട്ട് പോവും. അങ്ങനെ ഈവിനെ തിരഞ്ഞു പോയപ്പോ അവിടെ ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന ആ പെണ്ണുണ്ടായിരുന്നു. ഈ മുടിയൻ അവളുടെ നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവളുടെ കൂടെ ക്ലോസ് ആയിട്ട് ഇടപഴകി. ആ സമയം ഈ പെണ്ണ് ഈ മുടിയന്റെ ചെവി കടിച്ചു പറിച്ചു. ഈ മുടിയനും സ്പോട്ടില് അവളെ ഷൂട്ട് ചെയ്തു കൊന്നു. അതിനുശേഷം മുടിയൻ തേടി പിടിച്ച് ഈവിന്റെ അടുത്തെത്തി. എന്നിട്ട് അവളെ കൊല്ലാൻ നോക്കുമ്പോ അവിടേക്ക് ആദമും വന്നു. അപ്പൊ മുടിയൻ ആദമിന്റെ നേരെ തിരിഞ്ഞതും ഈവ് മുടിയന്റെ കയ്യിലുള്ള തോക്ക് തട്ടിപ്പറിച്ച് അവനെ ഷൂട്ട് ചെയ്യും. അങ്ങനെ മുടിയനും സ്പോട്ട് ഔട്ട്. എന്നിട്ട് ഈവ് അവന്റെ ഷർട്ട് എല്ലാം അഴിക്കും. മുത്തശ്ശൻ പറയുന്നതിന് മുമ്പ് തന്നെ മുടിയന്റെ ബോഡിയിൽ ഒരു വിത്ത് കുഴിച്ചിടും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മുത്തശ്ശനും ഈവും മരിച്ചവരുടെ ശരീരത്തിൽ കുഴിച്ചിട്ട വിത്തുകളെല്ലാം ചെടിയായി മാറി. അതിനുശേഷം ഈ മുത്തശ്ശൻ അയാളുടെ റൂം ലോക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്നു. കപ്പലിലാണെങ്കിൽ ഭക്ഷണമെല്ലാം തീർന്നു. മനുഷ്യരുടെ മാംസവും തിന്നാൻ കഴിയില്ല. അപ്പൊ ആദം അവിടേക്ക് വന്ന്, മുത്തശ്ശ, ആ കോഴിയെ വെട്ടിത്തന്ന ഞങ്ങൾക്ക് കഴിക്കാമായിരുന്നു, വല്ലാതെ വിശക്കുന്നുണ്ട് എന്ന് പറയും. എന്നാൽ മുത്തശ്ശൻ ആ കോഴിയെ വെട്ടാതെ എന്തോ ഒരു മീറ്റ് എടുത്ത് അവർക്ക് കൊടുക്കും. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ വീണ്ടും വിശന്നപ്പോ ചോദിക്കുന്നതിന് മുൻപ് തന്നെ മുത്തശ്ശൻ അവർക്കൊരു മീറ്റ് എടുത്തു കൊടുക്കും. ഈ മീറ്റ് എവിടുന്നാണ് ഈ മുത്തശ്ശൻ എടുക്കുന്നത് എന്ന് ഈവ് നോക്കുമ്പോ ആ മുത്തശ്ശൻ അവളെ നോക്കി ചിരിച്ചു. ഈവും ആദമും ആ മീറ്റ് കഴിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഇവർ വിശക്കുന്നു എന്ന് പറയുമ്പോ ഈ മുത്തശ്ശൻ അയാളുടെ കാലിലെ മാംസം വെട്ടിയാണ് അവർക്ക് കൊടുത്തത് എന്ന് കാണിക്കുന്നത്. അതാണ് ഈ മുത്തശ്ശൻ ഒരു മടിയുമില്ലാതെ വെട്ടിയെടുത്തത്. ഇപ്പോ എത്രത്തോളം മീറ്റ് തന്റെ ശരീരത്തിൽ നിന്നും വെട്ടിയെടുക്കാൻ കഴിയുമോ അത്രയും മീറ്റ് വെട്ടിയെടുത്ത് വെച്ചിട്ട് അവസാനം ആ മുത്തശ്ശൻ കപ്പലിൽ നിന്നും താഴേക്ക് ചാടിയിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ ഈവ് വിഷമം സഹിക്കാനാവാതെ അവൾ കരഞ്ഞു. പിന്നെയും ദിവസങ്ങൾ മുന്നോട്ടു പോയി. മുത്തശ്ശന്റെ മാംസവും കഴിഞ്ഞു. അടുത്തതായി വിശക്കുമ്പോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോ മുത്തശ്ശന്റെ റൂമിലെ കോഴിയെ കൊന്ന് തിന്നാമെന്ന് ആദമെന്ന് തോന്നി. അതിനുവേണ്ടി മുത്തശ്ശന്റെ മുറിയിലേക്ക് വന്നപ്പോ ഈവ് അവനെ തടയും. എന്നിട്ട്, നീ വേണമെങ്കിൽ എന്റെ കൈ വെട്ടി കഴിച്ചോ, പക്ഷെ മുത്തശ്ശൻ ഇത്രയും നാൾ സംരക്ഷിച്ച ആ കോഴികളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. എന്നാൽ ആദം അതൊന്നും കേൾക്കാതെ ആ കോഴിയെ കൊല്ലാനായി നോക്കും. അപ്പൊ ഈവും വേറെ വഴിയില്ലാതെ അവിടുന്ന് ഒരു മഴു എടുത്ത് ആദമിനെ വെട്ടിക്കൊല്ലും. അങ്ങനെ അവന്റെ കഥയും കഴിഞ്ഞു. ആ മുത്തശ്ശൻ ഈ കോഴിയെ കൊല്ലാൻ പാടില്ല എന്ന് കരുതിയാണ് അയാളുടെ ശരീരം ഇവർക്ക് ഭക്ഷണമായി കൊടുത്തിട്ട് മരിച്ചുപോയത്. അതുകൊണ്ടാണ് ആ കോഴിയെ രക്ഷിക്കാൻ വേണ്ടി ഈവ് ആദമിനെ കൊന്നത്. ഇപ്പൊ ആ വലിയ കപ്പലില് ഈവ് മാത്രമേ ജീവനോടെയുള്ളൂ. വിശക്കുമ്പോ ആദമിന്റെ മീറ്റ് കുറച്ചായി കഴിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അപ്പ മുത്തശ്ശൻ വിതച്ചിരുന്ന വത്തക്കയുടെ കുരുവും ഉരുളക്കിഴങ്ങുമെല്ലാം ഇപ്പൊ നന്നായി വിളഞ്ഞിരിക്കുന്നു. അതുപോലെ ആ കോഴി മുട്ടയിടുകയും ചെയ്തു. അതിനുശേഷം ഈവിന് പ്രസവ വേദന വന്ന് അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ഇപ്പോ ആ മുത്തശ്ശൻ ഉണ്ടാക്കിയ കോഴികളിൽ നിന്നും മുട്ടയും അതിൽ നിന്നും ഒരുപാട് കോഴികളും ഉണ്ടായി. അങ്ങനെ ഈവ് ഈ കപ്പലിൽ തന്നെ അവളുടെ മകനെ വളർത്താൻ ആരംഭിച്ചു. അതിനുശേഷം ആ കപ്പൽ മൊത്തം ഒരു കാടായി മാറി. അവസാനം ഈവിന്റെ മകൻ ഒരു ടീനേജ് ബോയ് ആയി. ഇപ്പൊ ക്യാമറ കുറച്ചായി സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോ ആ കപ്പൽ ഇപ്പോ ഒരു മലയായി മാറിയതായി കാണിക്കും. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഈ ഒരു മല മാത്രമേ ഉള്ളൂ എന്ന പോലെയും മറ്റു മനുഷ്യരെല്ലാം ഇല്ലാതായ പോലെയും കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കും. ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.